ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് കാണിക്കുന്നതാണ്. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് സ്വിച്ച് ബോർഡ് റെഡിയാക്കിയിട്ടുണ്ട്, വയർ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വീട് നന്നാക്കി കഴിഞ്ഞു. അവിടെ ഫാൻ റെഡിയാക്കിയോണ്ടൊക്കെയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് കാണാം. വയോ പിന്നെ ചെറുതായിട്ട് പാല് കാച്ചിലുണ്ട്. നമുക്ക് പറയുന്നുണ്ട്, അറിയില്ല കേട്ടോ. അകത്തേക്ക് പോവാം. ഇപ്പം ഇരുട്ടാണ് കേട്ടോ, ലൈറ്റ് ഇട്ടിട്ടില്ല. വയറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കറണ്ട് പോയേക്കാന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. വാ അകത്ത് കയറുവാ. അകത്ത് കയറുമ്പോൾ ജാതി ഇരുട്ടാണ് കേട്ടോ. അച്ഛൻ്റെ ഇവിടെ ഫാൻ നന്നാക്കുന്നുണ്ട്, അല്ല റെഡിയാക്കുന്നുണ്ട്. ദേ കണ്ടില്ലേ, ബാ അടക്കള. ഇതാണ് നമ്മളെ ഈ അരി പരിപ്പ് സാധനങ്ങളൊക്കെ അമ്മാമേരെ അവിടെ ഇരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നാണ് നമ്മൾ കയറിയത് വീടിൻ്റെ അകത്ത്. ഇന്നാണ് നമ്മൾ വീടിൻ്റെ അകത്ത് കയറിയത്. അത് കാരണം നമ്മളിതൊക്കെ ഒതുക്കി വെച്ചു തന്നെ വന്നപ്പോൾ. പിന്നെ പണി കഴിഞ്ഞതിൻ്റെ വിറക് ബാക്കി നമ്മൾ കത്തിക്കാൻ എടുത്ത് വെച്ചേക്കാണ്. അതൊക്കെയാണ് നമ്മുടെ കേസ്. പിന്നെ റൂമിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല, ജാതി ഇരുട്ടായ കാരണം അറിയില്ല കയറാൻ പറ്റുമെന്ന്. നോക്കി നോക്കാം. ദേ മേശ, കസാര, പിന്നെ നമ്മുടെ സിൽവർ വട്ടം നമ്മൾ എടുത്തിട്ടില്ല. അമ്മാമേരെ അവിടെ സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ആർക്കും വെച്ചേക്കണത് അറിയില്ല ഞാൻ ഇവിടെ വെച്ചേക്കണേന്ന്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇത് എവിടെയായിരുന്നു നമ്മൾ സിൽവർ വട്ടം ഇരിക്കണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സിൽവർ വട്ടനും കൂടി വരും. അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ ഇവിടെ ഇരിക്കട്ടാ. അകത്ത് കയറാണെങ്കിൽ ജാതി ഇരുട്ടാണ്, ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. പിന്നെ നമ്മൾ കട്ടിലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്തില്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയേക്കല്ലേ മേൽക്കൂര. അപ്പം കട്ടിലൊക്കെ എടുത്തു. അപ്പം ഇതാണ് നമ്മുടെ ഓട്. അപ്പം നമ്മുടെ വീട് ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫാനും കൂടി സാധനങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്ര ഉള്ളോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞു കിട്ടുക. പിന്നെ കറണ്ട് ഒന്ന് കിട്ടി. പിന്നെ കറണ്ട് ആദ്യമേയുള്ള കറണ്ടൊക്കെ കത്തി. പക്ഷെ ഞാൻ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടായിരുന്നു, അത് കത്തിയില്ല. എന്തോ വശപ്പശൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചു, നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കാശ് കിട്ടില്ലേ ധനസഹായം കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ഇന്നലെ പണിക്ക് പോയപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ വന്നു, ഒരു 2 ചേച്ചിമാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ പൊന്നൂസ് പറയും. അവരെ കളിയാക്കാൻ അല്ല, അവർ നമ്മളെ തല്ലൂടാനോ ചീത്ത പറയാനോ ഒന്നുമില്ല. അപ്പോൾ ആ വന്ന് പറഞ്ഞ പെണ്ണ് എന്താണ് പറഞ്ഞതെന്നുള്ള പൊന്നൂസ് പറയാം, ഒന്ന് പറയും. അവർ വന്നിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങളെന്തിനാ അവര് പൊളിഞ്ഞത് കാണാനാ വന്നേക്കണത് അന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ വീട് വീണെന്ന് പറഞ്ഞിട്ടാണ് അപേക്ഷ തന്നേക്കണത് അതിന് ധനസഹായത്തിന്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട് പണി കഴിഞ്ഞു, അപ്പം ഞങ്ങൾ ആ വീടത് കാണാനാ വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വരുന്ന വരെ നമുക്ക് ഇങ്ങനെ തുറന്നിടാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ്, പിന്നെ അവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ കാശൊക്കെ മേടിച്ചിട്ട് നമ്മൾ പണ്ടേന്ന് പറയും കടം അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് പലിശയ്ക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഒരാൾ നമ്മളെ സഹായിച്ചു എന്ന് പറയില്ല. അപ്പോൾ ആളുടെ സഹായമൊക്കെ ആയിട്ട് പിന്നെ എല്ലാം കൂടി ആയിട്ട് നമ്മൾ ഈ വീട് ഇങ്ങനെ പണിത്. പക്ഷെ അവർ പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തിരി സങ്കടം തോന്നി. കാരണം നിങ്ങളെന്താ പണിത്, ഞങ്ങൾ നിങ്ങളുടെ വീട് വീണത് അവര് അങ്ങനെ കാണാനാണ് വന്നത് എന്ന് പറഞ്ഞു. പ്രൊസീജിയർ ഉണ്ടെന്ന്. പക്ഷെ നമ്മളെന്ന് പറയുന്നത് നമുക്ക് തിരി നേരം വൈകി. നമ്മൾ ഒരു 18-ാം തീയതി ആയിട്ട് അപേക്ഷ കൊടുത്ത, പക്ഷെ അവരെ അപേക്ഷ കിട്ടിയത് 23-ാം തീയതിയാണ്. ഒരു സമരം വന്നു, ഒരു ഞായറാഴ്ച വന്നു, പിന്നെ വില്ലേജ് ഓഫീസർ ലീവായിരുന്നു. അപ്പൊ നമുക്ക് അതാണ് നമ്മൾ നേരം വൈകിയത്. പിന്നെ അവര് പറഞ്ഞു നിങ്ങൾ വീണ അപ്പം തന്നെ ഇങ്ങനെ കൊടുക്കണ്ടേന്ന്. ഏതൊരു സിനിമയില് പറഞ്ഞ പോലെ തെങ്ങിന്റെ മുകളിൽ ഇത് വീണ് കിട്ടുന്നുണ്ട്, ആശുപത്രി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട് വീണ സമയത്ത് നമുക്ക് ആകെ ടെൻഷനായിട്ട് 2 ദിവസം തന്നെ നമുക്ക് വൃത്തിയാക്കലും ഒതുക്കലൊക്കെ ആയിട്ട് പറ്റിയില്ല. അപ്പൊ ആ പെണ്ണ് കുറച്ച് ചൂടായിട്ടല്ല അവരെ പ്രൊസീജിയർ അവര് പറഞ്ഞു. ഞങ്ങള് വന്ന് കാണുമ്പോ ഈ വീടിന് ഒരു കുഴപ്പമില്ല, അപ്പൊ ഞങ്ങൾ അങ്ങനെ എഴുതി കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ വല്ല തീർ പറഞ്ഞ അങ്ങനെയൊന്നും പറയാം. ചീത്ത പറഞ്ഞ ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനും നിങ്ങൾ വരെ നോക്കിയിരിക്കാൻ പറ്റും. കാരണം 2 ആഴ്ച കഴിഞ്ഞാണ് അവര് വന്നത്. അപ്പൊ ആള് പറഞ്ഞു, ചീത്തരൊന്നും പറഞ്ഞില്ല കേട്ടോ. ആള് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാം എന്തെങ്കിലും ലോട്ടിലോടൊക്കെ പറഞ്ഞത് ഇതാക്കുന്നു, ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടൊന്നും കിട്ടണില്ല. അപ്പൊ പിന്നെ പറഞ്ഞു, എന്നിട്ട് കരയണ കുട്ടിക്ക് പറയണല്ലോ, പറഞ്ഞത് പറയണ, പറയണത് പറയണ്ടേ, നീ എന്താ അത് പറയല്ലേ എന്ന് പറയുന്നത്. ആള് എന്തോ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു, കരയുന്ന കുട്ടിക്ക് പാല് ആള് ഉദ്ദേശം എന്നിട്ടാന്ന് വെച്ചാൽ പഞ്ചായത്തിൽ ചെന്നാലേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുള്ളൂ എന്ന്. നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീട് വീണത്. ഈ വീട് വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ പോയപ്പോൾ പഞ്ചായത്തിലത്തെ ഗ്രാമസഭയിലത്തെ വലിയ ആള് പറഞ്ഞത് 5 കൊല്ലത്തിൽ ഇങ്ങോട്ട് വരണ്ട, 5 കൊല്ലം ഇപ്പോൾ എല്ലാതും ഫില്ലായി കിടക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇപ്പം ഈ ഇലക്ഷൻ 1.5 മാസം മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ ഇലക്ഷൻ്റെ മെമ്പർ ജയിച്ചപ്പോൾ ആള് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു,
വളരെ ഉപകാരം, വോട്ട് ചെയ്തതിൽ ജയിപ്പിച്ചതിലൊക്കെ വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മുടെ വീടിൻ്റെ കാര്യം ഒന്ന് തീരുമാനത്തിലാക്കി, ഇതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം നമുക്ക് ശരി. ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു, ഇതിനേക്കാൾ മോശമായിട്ട് അപ്പോൾ ആള് പറഞ്ഞു ഞങ്ങൾ കയറിയിട്ടല്ലോ, ഞങ്ങൾക്ക് ഒരു 3 മാസം പഠിക്കണം. അപ്പം ഞങ്ങളുടെ അടുത്ത് തമാശക്ക് പറയാം, ചേട്ടാ ഒരു 4.25 കൊല്ലം പഠിച്ചിട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ വീട് വീണപ്പോൾ അന്ന് രാത്രി വീട് വീണത് 7:45 നേരത്തെ വീണത്. 8-8:30 ആകുമ്പോഴേക്കും എല്ലാവരും വന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണത്. ശല്യപ്പെടുത്ത ആള് വന്നു, ഈ ചേട്ടൻ വന്നു, പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ആളും വന്നു. അങ്ങനെ നമ്മൾ ഇത് പിറ്റേ ദിവസം പൊളിക്കുമ്പോഴും ആൾ വന്നിട്ട് പറഞ്ഞു വേഗം പേപ്പർ കൊടുത്തോട്ടാന്ന്. അത് കഴിഞ്ഞ് നമ്മൾ മരം എടുത്തു, അപ്പോഴും ആളും വന്ന് പേപ്പർ കൊടുത്തു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പേപ്പർ വർക്കും കാര്യങ്ങളും. അപ്പോൾ ഇവർ പറയണ്ടേ നമ്മുടെ അടുത്ത്, നമുക്കിത് ആദ്യമേ അറിയില്ല, ഇത് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ ഇതാക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു, വീഡിയോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറയുന്നത് അതൊന്നും എനിക്ക് തെളിവല്ല, ഞങ്ങൾ നേരിട്ട് കാണണം എന്ന് പറയുന്നത്. പ്രൊസീജിയർ ആയിരിക്കും, അത് ന്യായം. പക്ഷേ ഇത് പ്രൊസീജിയർ ഇല്ലാണ്ട് തന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളതൊന്നും പറയില്ല. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പോകണം. നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതിപ്പോ ഞാനിത് പറയാൻ കാരണം എന്തിട്ടാന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ വല്ലൊരു കാണുന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ പറയാം. നമ്മൾ ഒരിക്കലും ആ പെണ്ണിന് ചീത്ത പറയാം, അങ്ങനത്തെ നിയമങ്ങൾ. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മെമ്പറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ വന്നിട്ട് ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ചേച്ചി മാഡം ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്നറിയില്ല. അപ്പോൾ ആള് പറഞ്ഞു ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആള് പോയി അന്വേഷിച്ചു വന്നിട്ട് പറഞ്ഞു, ആ ചേച്ചി നല്ല റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നാളെയോ മറ്റെന്തെങ്കിലും കിട്ടുന്നില്ല, കിട്ടുമ്പോൾ കിട്ടിയാൽ മതി. ഇപ്പം നമ്മൾ ഇപ്പം മൊത്തത്തിൽ കണക്ക് പറയല്ല, ഒരു 50 ചില്ലറ വരെ എടുത്ത് നമുക്ക് ചിലവായി. അതിൽ നിന്ന് ഒരു 10,000 കിട്ടിയാലും ആ 10,000 നമുക്ക് വല്ലവർക്കും കൊടുത്തുകൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഇത് കഴിഞ്ഞു. നമ്മൾ പറയുന്നത് എന്നിട്ടാന്ന് വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ എത്തുന്നുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിൽ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട്. അത് ശരാശരി യൂട്യൂബ് നമ്മുടെ പോലെ ചാനലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ലക്ഷങ്ങൾ കിട്ടണ, കോടികൾ കിട്ടണത് യൂട്യൂബർമാർക്ക് അറിയുള്ളൂ. ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, 5 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് മാസം 70,000 80,000 ശമ്പളം കിട്ടുന്നുണ്ടെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയുണ്ട്. അതിനിപ്പോൾ നമുക്ക് ആരും കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വരകളും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ പഞ്ചായത്തും മെമ്പർ പോയിട്ട് പറഞ്ഞു. അപ്പോൾ ആൾ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ രണ്ട് കാര്യം ആളുടെ അടുത്ത് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലേ അത് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ. ഞങ്ങൾ ഇത് വീണ പക്ഷേ ആളുടെ കൈയും കാര്യം പിടിക്കാൻ, ഒരാളുടെ കൈയും കാര്യം പിടിക്കാൻ പോയില്ല. ആളെ നമ്മുടെ അടുത്ത് വന്നിട്ട് കിട്ടുന്നത് കളയണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ആള് പറഞ്ഞു അടുത്ത ഗ്രാമസഭ വരുമ്പോ വീട് പാച്ച് വർക്കിന് എഴുതി, അത് വേറെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. ഒരു 5 മാസം മുമ്പ് നമ്മളൊരു വെള്ളം ഉണ്ടാക്കിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പാസ്സായി, അത് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ അതിനപ്പുറത്തെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് കിട്ടണവർ കിട്ടിക്കോട്ടെ, അവരുടെ ഭാഗ്യം. മേടിക്കുന്നവർ മേടിച്ചോട്ടെ, അവരുടെ ഭാഗ്യം. നമ്മൾ ഒരാളെ ശല്യപ്പെടുത്താനും ഒന്നിലേക്കും ഇല്ല. പക്ഷേ നമ്മുടെ വീട് ഇതുപോലെ ഒരേ ഒരു വട്ടം വീണുള്ളൂ. അപ്പം അത് നമ്മൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഫോട്ടോ എടുക്കണം. അപ്പൊ ആൾക്ക് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ വീഡിയോ പറ്റില്ല, ഫോട്ടോ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സത്യത്തിൽ വിഷമായി. എനിക്ക് അവർ പറഞ്ഞു 2-3 ഡയലോഗ് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. പെട്ടെന്ന് ഞാൻ ഒത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. അതൊക്കെ നമ്മൾ അനാവശ്യങ്ങളും മറ്റുള്ളവരോട് ഒരിക്കലും പറയരുത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോ വന്നു പക്ഷെ അത് ഞാൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഈ ഒരു വീഡിയോട് കൂടി നമ്മുടെ വീട് പണിയുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് അത്ര പൈസ ഒന്നും കിട്ടില്ല. ഞങ്ങളെക്കാളും വലിയ 10 ലക്ഷം 15 ലക്ഷം ഉള്ള ആൾക്കാർ വരാതെ പഷ്ണിയായിട്ടിരിക്കുന്നത്. 2 മാസമൊക്കെ കൂടുമ്പോഴാണ് $150 പറഞ്ഞിട്ട് ആരും പേരൊന്നും പറയില്ലേ. വലിയ യൂട്യൂബർമാരായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. ഓരോ സംശയങ്ങൾ ചോദിക്കാം. അപ്പൊ അവര് വരെ പഷ്ണിയായിട്ടിരിക്കും.
ഇരിക്കണം. അവരെ പറയുന്നുണ്ട് ഇങ്ങനെ അവർക്ക് 2 മാസം കൂടുമ്പോഴേ കിട്ടണം. അപ്പൊ നമ്മുടെ പോലുള്ള ആൾക്കാരുടെ അവസ്ഥ അവർക്ക് 2 മാസം കൂടുമ്പോഴേ എല്ലാരും നോക്കുന്നത് 5 ലക്ഷം സബ്സ്ക്രൈബർ ആണ്. അപ്പൊ പുറത്ത് 5 ലക്ഷം സബ്സ്ക്രൈബർ, അപ്പൊ നിനക്ക് നല്ലൊരു കാശ് നല്ലൊരു കാശ് കിട്ടുന്നവരെ നമുക്ക് 2 മാസം കൂടുമ്പോൾ $150 ഒക്കെ കിട്ടുന്നത് വലിയ കാര്യമല്ലേ. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഈ തെപ്പ് പണിയും കാര്യങ്ങളുടെ ഇടയിൽ ഈ ഒരു വരുമാനം കിട്ടണത് വലിയൊരു കാര്യമാണ്. ഒരുപാട് പേര് യൂട്യൂബിലേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ കുറെ പേര് കളിയാക്കിട്ട് ഇതാക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ കളിയാക്കണവർക്ക് നമ്മളെക്കാളും കഴിവുണ്ട്. അവർക്കും ഞങ്ങളെക്കാളും ഡബിൾ കാശ് കിട്ടും. യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് മാത്രം അവകാശപ്പെട്ടത് എൻ്റെ കുത്തകയൊന്നല്ല. ആർക്കും ഇറങ്ങാം, ആർക്കും ചെയ്യാം. പിന്നെ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നതൊക്കെ എല്ലാവർക്കും കിട്ടും. എല്ലാവരും നന്നായി പ്രയത്നിക്കണം. 2 ദിവസം വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാനൊരു വീഡിയോയും ഷെയർ ചെയ്യണമെന്നൊന്നും പറയാറില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ വല്ല രാഷ്ട്രീയക്കാരോ വല്ലവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അർഹതപ്പെട്ടവർക്ക് കൈകളിലേക്ക് എത്തട്ടെ അർഹതയുള്ള സാധനങ്ങൾ. കുറേ കേസുകൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ല. അത് ചുറ്റുവട്ടത്തുള്ള കുറേ പേർക്ക് അത് വിഷമായി മാറും. പിന്നെ അവർക്ക് നമ്മളെ കണ്ടുവിടാണ്ടാവും, അല്ലെങ്കിലേ കണ്ടുകൂടാ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. സിന്നദേവോ ദേവോ സിന്നദേവോ.